ഹായ്, ഹലോ. ഹായ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു 3 മുട്ട എടുത്തു. അതിൽ ഇച്ചിരി വാനില എസൻസ് ഒഴിച്ചു. ഇച്ചിരി, അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ അറിയത്തുമില്ല, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ലേ. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. വാങ്ങി കഴിച്ചിട്ടേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കുവാണ് കേട്ടോ. എങ്ങനെ ആവുമെന്തോ നോക്കാം നമുക്ക്. പഞ്ചസാരയും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങ് ബീറ്റ് ചെയ്ത് നല്ല വെള്ള കളറിലിങ്ങനെ പതഞ്ഞ് വന്നു. മോൾക്കെല്ലാം ഇങ്ങനെ കൂടെ ചെയ്യണം, ഒന്നിനും സമ്മതിക്കത്തില്ല, എല്ലാം അവൾക്ക് ചെയ്യണം. എല്ലാത്തിനും ഞാൻ ഇങ്ങനെ കൂടെ ചേർത്ത് പിടിച്ചു. ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് മാവാണേ. 1 കപ്പ് മാവ് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് അതിനെ ഇളക്കി. അത് ഇടുന്ന ആൾ വേറെയാണ് കേട്ടോ. ഒന്നും എന്നെ ചെയ്യാൻ സമ്മതിക്കത്തില്ല, എല്ലാം അവൾക്ക് ചെയ്യണം. കേക്കിൻ്റെ ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചു. എണ്ണയും അതിൽ നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുത്തു. എന്നിട്ടിനി ആ ബാറ്റർ എടുത്ത് അതിലൊഴിക്കാം. ബാറ്ററൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറേ തട്ടൊക്കെ തട്ടി, അത് ഞാൻ ഇങ്ങനെ മുമ്പേ കേട്ടിട്ടുണ്ട്, അതൊന്ന് ബബിൾസൊക്കെ പോയി ഒന്ന് സെറ്റാകാൻ കുറച്ച് തട്ടൊക്കെ തട്ടണമെന്ന്. അത് മാത്രമേ ഞാൻ പ്രോപ്പറായി ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ കേക്കിന് ഐസിങ് ഒന്നും ചെയ്യുന്നതല്ലല്ലോ, അതുകൊണ്ട് കാണാനൊരു ഭംഗിയൊക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ടിട്ടുണ്ട്. ഞാനിത് ഓവനിലല്ല, ഇന്ന് എയർ ഫ്രയറിനകത്ത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു.
ഇതാണ് നമ്മുടെ കേക്ക്. നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഈ കേക്ക് എങ്ങാനും ഫ്ലോപ്പായെങ്കിൽ ഞാൻ അപ്പോഴും വാങ്ങി കൊടുക്കണമായിരുന്നു. രാവിലെ മുതലേ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ പുറകെ നടക്കുക. ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റുവാ. അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. ആദ്യമായിട്ട് നല്ല കേക്കാ, എനിക്കിഷ്ടമായി ഞാൻ ഉണ്ടാക്കിയ കേക്ക്. വേറെ ആർക്കും കൊടുത്തു നോക്കിയില്ല കേട്ടോ, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. മാവയ്ക്ക് പിന്നെയും വേണമെന്ന് പറഞ്ഞ് വാങ്ങി കഴിച്ചു. എനിക്ക് ഇത്രയും മതി. അവള് ഹാപ്പി ആയാൽ തന്നെ എനിക്ക് പിന്നെ അത് മതി. ഞാനിങ്ങനെ വിജയശ്രീ ലാളിതയായിട്ടാ നിൽക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. Bye. Bye.